മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന വലിയ ചിത്രം പേട്രിയറ്റ് റിലീസിനു മുൻപേ തന്നെ വിവാദങ്ങളിൽ പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്നാൽ സിനിമയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ വിവാദം, എന്തുകൊണ്ടാണ് വിലക്ക് വന്നത്, പിന്നെ അത് എങ്ങനെ നീക്കം ചെയ്തു എന്നൊക്കെയാണ് ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. പേട്രിയറ്റ് എന്ന ചിത്രം മലയാള സിനിമയിലെ 2 സൂപ്പർ താരങ്ങൾ ഒരുമിക്കുന്ന സിനിമയായതിനാൽ തന്നെ റിലീസിനു മുമ്പ് വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തിയേറ്റർ സംഘടന സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി. അതായത് കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യരുത് എന്ന നിലപാട് എടുത്തു. ഇതിന് പിന്നിലെ പ്രധാന കാരണം സാമ്പത്തിക തർക്കമാണ്. സാധാരണയായി ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആദ്യ വാരത്തിൽ ലഭിക്കുന്ന കളക്ഷന്റെ 1% നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിൽ പങ്കിടുന്ന രീതിയാണ് നിലവിലുള്ളത്. പക്ഷേ പേട്രിയറ്റ് സിനിമയുടെ നിർമ്മാതാക്കൾ ആദ്യ 2 ആഴ്ചകളിലും കൂടുതൽ ശതമാനം ആവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിന്റെ തുടക്കം. സാധാരണ രീതിയിൽ ആദ്യ വാരത്തിൽ കൂടുതൽ ശതമാനം നൽകിയ ശേഷം പിന്നീട് അത് കുറയുന്ന രീതിയാണ്. എന്നാൽ ഇവിടെ 2 ആഴ്ചയും ഒരേ നിരക്കിൽ വേണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടതോടെ തിയേറ്റർ ഉടമകൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇങ്ങനെ ചെയ്താൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇതോടെ തിയേറ്റർ സംഘടന ശക്തമായ നിലപാട് എടുത്ത് സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു. ഇത് സിനിമയുടെ റിലീസിനെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കി. വലിയ താരങ്ങൾ ഉള്ള സിനിമയായിട്ടും തിയേറ്ററുകളിൽ എത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഈ സംഭവം സിനിമ മേഖലയിൽ വലിയ ചർച്ചയായി മാറുകയും നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള ബന്ധം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇരുവിഭാഗങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു. ഒടുവിൽ ഒരു ധാരണയിൽ എത്തുകയും ചെയ്തതോടെ സിനിമയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കം ചെയ്യപ്പെട്ടു. ഇതോടെ ആരാധകർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. കാരണം ഏറെ നാളായി കാത്തിരുന്ന ഒരു വലിയ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യത തുറന്നിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം സിനിമ ഒരു കലാരൂപം മാത്രമല്ല, അതൊരു വലിയ ബിസിനസ്സുമാണ് എന്നതാണ്. നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള സഹകരണം വളരെ പ്രധാനമാണ്. അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകാം. കൂടാതെ വലിയ താരങ്ങൾ ഉള്ള സിനിമകൾക്ക് പോലും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് മലയാള സിനിമയുടെ നിലവിലെ സംവിധാനത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചിലപ്പോൾ സിനിമയുടെ റിലീസിനെ ബാധിക്കാം. എന്നാൽ മറുവശത്ത് കൂടുതൽ പബ്ലിസിറ്റിയും നൽകുന്ന ഘടകമായി മാറുകയും ചെയ്യാം. ഇനി പേട്രിയറ്റ് സിനിമ റിലീസ് ചെയ്താൽ ബോക്സ് ഓഫീസിൽ എങ്ങനെ പ്രകടനം നടത്തും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വലിയ ഹൈപ്പും പ്രതീക്ഷയും ഇതിനകം തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അതേസമയം ഈ വിവാദം സിനിമയുടെ കളക്ഷനെ ബാധിക്കുമോ അതോ കൂടുതൽ ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന സിനിമകൾ അപൂർവമായതിനാൽ തന്നെ പേട്രിയറ്റ് ഒരു സാധാരണ സിനിമയല്ല, മറിച്ച് ഒരു ഇവന്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഈ സിനിമയോടുള്ള ആവേശം ഏറെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് റിലീസ് തീയതി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായാണ്. ഒടുവിൽ പറയാനുള്ളത്, ഈ വിവാദം സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ചർച്ചയായിരുന്നെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ സിനിമ വീണ്ടും ട്രാക്കിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി അതിന്റെ വിജയം ബോക്സ് ഓഫീസിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് മാത്രമാണ് കാണാനുള്ളത്.